ഹലോ എവരിവൺ, സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ആഫ്റ്റർ ഓൾമോസ്റ്റ് 2 വീക്ക് വീണ്ടും ബാംഗ്ലൂർക്ക് തിരിച്ചു പോവാം. അപ്പം ഐ തോട്ട് ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യണം. അപ്പം നിങ്ങളെയും കൂടി കാണിച്ചു തരാൻ വിചാരിച്ചു. ഞാൻ എന്തൊക്കെയാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത്, ഫുഡായാലും എൻ്റെ ഡ്രസ്സായാലും എന്തൊക്കെയാണ് പാക്ക് ചെയ്യുന്നത് നിങ്ങളെയും കൂടി കാണിച്ചു വിചാരിച്ചു. അപ്പം ലെറ്റ്സ് പാക്ക് മൈ ബാഗ്. അപ്പോൾ ഇത്ര അലമ്പായിട്ടാണ് എൻ്റെ സാധനങ്ങളൊക്കെ കിടക്കുന്നത്. ഇതൊക്കെ മടക്കി വൃത്തിയാക്കിയിട്ട് വേണം എനിക്ക് ബാഗിലേക്ക് കൊണ്ടുപോയി വെക്കാൻ. അപ്പം പരിപാടി തുടങ്ങാം. ഇതൊക്കെ ഇനി മടക്കി വെക്കണം. നല്ല ചൂടുണ്ട് അതിൻ്റെ ഇടയിൽ, നിന്നങ്ങ് ഒലിക്കുക. ഇതെന്തായാലും ഫുള്ള് പണിയുമ്പോഴത്തേക്ക് ഒരു പരിവാകും എന്നുള്ള കാര്യം എനിക്ക് 101% ഉറപ്പാണ്. അപ്പോൾ ഒന്നൊന്ന് തുടങ്ങാം. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എവിടുന്ന് തുടങ്ങണം, ഈ മൂലക്കും തുടങ്ങണം ആ മൂലക്കും തുടങ്ങണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പം കമോൺ ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പം ഇതൊക്കെയാണ് സാധനങ്ങൾ. എനിക്കറിയത്തില്ല ഫാൻ്റെയും കാറ്റിൻ്റെ ഒച്ചയിൽ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം എന്തായാലും നമുക്ക് മടക്കാൻ തുടങ്ങാം. അപ്പം എൻ്റെ പണി ഏകദേശം കഴിഞ്ഞു. നല്ല മടക്കി വെച്ച് ഇതിൻ്റെ അകത്ത് പല ഡ്രസ്സും ഞാൻ കൊണ്ടുവന്നിട്ട് എന്തിനാ കൊണ്ടുവന്നതെന്ന് എനിക്കറിയത്തില്ല. ഈ സാധനം ഇത് ബ്ലൗസ് വൺ ഓഫ് മൈ ഫേവറേറ്റാണ്. പക്ഷെ എന്താ ചെയ്യാൻ, ഇതിൻ്റെ ഒന്നും ഒരു നല്ല ഫോട്ടോ പോലും ഇല്ല. ഇതൊന്നും ഇട്ടിട്ടില്ലേ. ഇതിൽ ഞാൻ എന്തിനാ അവിടുന്ന് ഇവിടെ കൊണ്ടുവന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ ഇട്ടിട്ടില്ല എന്തായാലും. പിന്നെ ഇതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഈ ടോപ്പിൻ്റെ ഈ സെക്ഷനിൽ ഒന്നിൻ്റെ ഒരു ആവശ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. എന്തിനാ ഞാൻ കൊണ്ടുവന്നതെന്ന് ആർക്കറിയാം. വെറുതെ എന്താ പറയുക, ബാഗിൻ്റെ വെയിറ്റ് കൂട്ടാൻ വേണ്ടി മാത്രം കൊണ്ടുവന്ന പോലെ എനിക്ക് തോന്നിയേ. പിന്നെ ഇതൊക്കെ ഇവിടുന്ന് ഇപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളാണ്. ഇതും എൻ്റെ പുതിയതാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ കുറേ ആൾക്കാർ ഇതിട്ടിട്ടുള്ള കുറേ ആളുടെ കയ്യിലുണ്ട് അതിൻ്റെ പല പല കളേഴ്സ്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചു. പക്ഷെ എനിക്കിടാൻ പറ്റിയിട്ടില്ല. ഇതും അവിടെ പോയിട്ട് വാങ്ങാൻ. പിന്നെന്താ, അപ്പം ഇത്രയൊക്കെ സെറ്റാണ്. കാണുന്നുണ്ടോ ഞാൻ തിരിച്ചിനി കൊണ്ടുപോകുന്നത്? കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ 3 സെറ്റുണ്ട്. ഇത് കൂടാതെ ഇനി ഇത് ഒരു ബാഗിൽ മാത്രം വെക്കേണ്ട സാധനങ്ങൾ. പിന്നെ ഇനി ഫുഡുണ്ട്, പിന്നെ എൻ്റെ സ്കിൻ കെയറും സാധനങ്ങളും, പിന്നെ കുറേ ആക്സസറീസ്, പിന്നെന്താ പിന്നെ ചെയ്യുമ്പോൾ എല്ലാം കാണാം. എനിക്കെന്നെ കൺഫ്യൂഷൻ ആവുന്ന എന്തൊക്കെയോ കൊണ്ടുപോകാനൊക്കെ ഇല്ലേ. അപ്പോൾ ഇത് നമുക്കിനി ബാഗിൽ വൃത്തിക്ക് മടക്കി വെക്കാം. ബാഗിൽ സെറ്റായി. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ മടക്കി വെച്ച സാധനങ്ങളൊക്കെ എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തിരികെ കയറ്റണം. എനിക്കറിയത്തില്ല ഇതിൻ്റെ അകത്ത് എത്തുമെന്ന്. കാരണം വരുമ്പം ഇത്രയൊന്നും ഇല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇപ്പം കുറച്ചധികം കൂടിപ്പോയോ സംശയമില്ലാതില്ല. കാരണം ഇവിടെ നിന്ന് ഞാൻ 1-2 ടോപ്പ് അങ്ങോട്ടേക്ക് എക്സ്ട്രാ കൊണ്ടുപോകുന്നുണ്ട്, ഒരു ജീൻസ് എക്സ്ട്രാ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും സ്പേസ് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ബാഗിലുള്ള ഇത്ര സാധനങ്ങളേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മേലെ ഞാൻ മാങ്ങ വെക്കണം, ഉപ്പിലിട്ടത് വെക്കണം. എനിക്കറിയത്തില്ല ഇതെല്ലാം എങ്ങനെ ഞാൻ വെക്കുമെന്ന്. സ്പേസും വലുതായിട്ടില്ല. അപ്പം നമുക്ക് ഇനി ബാക്കി എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഇനി എൻ്റെ സ്കിൻ കെയറും പിന്നെ മേക്കപ്പ് പ്രോഡക്ട്സും അതും ഇതെല്ലാം. ഇതൊന്നും വരുമ്പോൾ ഇത്ര ഉണ്ടായിട്ടില്ല. ഇവിടുന്ന് പോകുമ്പോൾ അതിൻ്റെ ഡബിളായി. ഇതൊക്കെ ഇങ്ങനെ ഏത് ബാഗിൽ കുത്തി നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതെല്ലാം നമുക്ക് പാക്ക് ചെയ്യാം. ഞാൻ ഇതൊക്കെ ഉള്ളതെന്ന് കാണിച്ചു തരാം. സോ ഇത്രയും സാധനങ്ങൾ എനിക്കിനി വീണ്ടും പാക്ക് ചെയ്യാനുണ്ട്. അതിൻ്റെ കൂടെ എൻ്റെ ലാപ്പും അതിൻ്റെ കാര്യങ്ങളും സെറ്റാക്കണം. അതിനി വേറെ ബാഗ് കയറ്റണം, ഇത് വേറെ ബാഗ് കയറ്റണം. എല്ലാം കൂടി എന്താവും എന്തോ.
നമുക്ക് ആദ്യം ലാപ്പിൻ്റെ ബാഗിൽ വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും വെക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ആ ബാഗിലേക്ക് കയറ്റാം. അല്ലാണ്ട് ഞാൻ ഇതിൽ നുറക്കാൻ നിന്നാൽ പിന്നെ എനിക്ക് തിന്നാൻ കൊണ്ടുവന്ന സാധനം ഒന്നിലും വെക്കാൻ പറ്റാത്ത അവസ്ഥയും. അപ്പോൾ ഇതും ലാപ്പും നമുക്ക് ഒരു ബാഗിലാക്കാൻ നോക്കാം. ലാപ്പിൻ്റെ ബാഗ് എടുത്തിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഇതെൻ്റെ ഏട്ടൻ്റെ പവർ ബാങ്കാണ്. ഇത് നാശമായി, ഇതിന് ഒന്നിനും കൊള്ളൂല. ഇത് പക്ഷേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ലീവിന് വന്നപ്പം ഈ ബാഗിൽ എന്തിനാണെന്നറിയില്ല ഇതിൻ്റെ ഉള്ളിലിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിന് തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. ഈ വെയിറ്റും ചുമന്നുകൊണ്ട് ഞാൻ ബാംഗ്ലൂർക്ക് പോയി. എന്നിട്ട് എന്തായാലും നാശമായതല്ലേ, ഞാൻ ഇത് അവിടെ വെക്കണം എന്ന് ആലോചിച്ച് തിരിച്ചു വരുമ്പോൾ വെറുതെ വെയിറ്റ് എടുക്കണ്ടല്ലോ. ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ വീണ്ടും ഇത് ചുമന്നുകൊണ്ടാണ് വന്നു. ഇനിയിപ്പോൾ ഞാൻ ബാഗിൽ കൈയിട്ട് വെക്കാണ്ട് എല്ലാ സാധനം വെച്ചെങ്കിൽ ഇതെടുത്ത് ഞാൻ വീണ്ടും അങ്ങ് പോയേനെ. എന്തിനാന്ന് അറിഞ്ഞൂടാ. എന്നാൽ നല്ല വർക്കിംഗ് ആയിട്ടുള്ള സാധനമൊക്കെ മേടിച്ചതേ ഇവിടെ. അപ്പോൾ നമുക്ക് ലാപ്പിൽ ബാഗ് വെക്കാം, ബാഗിൽ ലാപ്പ് വെക്കാം. എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പം അത് ലാപ്പ്, ഇത് പിന്നെ ലാപ്പിൻ്റെ ചാർജർ. ഇത് രണ്ടും സേഫാക്കി കഴിഞ്ഞാൽ പകുതി സമാധാനവും. അത് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ അകത്ത് എൻ്റെ ബുക്സ്, 2 ബുക്ക്, പെൻ, ഒരു പെൻ എവിടെ പോയി, ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഇങ്ങനൊരു സിബ് ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴായിട്ട് അറിയുന്നത്. എൻ്റെ കയ്യിൽ ലാപ്പ് കിട്ടിയിട്ട് ഏകദേശം 3 കൊല്ലമായി തോന്നുന്നു. 2022 എനിക്ക് കിട്ടുന്നത്. ഇപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ ഒരു സിബുള്ള കാര്യം ഞാൻ അറിഞ്ഞത്. എന്താല്ലേ, ഇനി ഇതൊക്കെ സെറ്റായി. ഇനി നമുക്ക് ഇത് ക്ലോസ് ചെയ്തിട്ട് ഇതിൽ നമുക്ക് നമ്മുടെ ഈ സാമാനങ്ങളൊക്കെ എടുത്ത് വെക്കാം. ഈ സാധനം കാണിച്ചു തരാൻ പറഞ്ഞ്, ഇത് ഞാൻ ഈ അടുത്ത് പർച്ചേസ് ചെയ്ത ഒരു ബാങ്കിള, നല്ല ഇഷ്ടമായി. ഇതെന്തെങ്കിലും ഇപ്പോൾ ഞാൻ പറഞ്ഞ് അതെനിക്കറിയില്ല. അപ്പം ഒന്നേം തുടങ്ങാം. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ രാത്രി പോകുമ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങൾ എനിക്ക് എന്തായാലും വീണ്ടും ഞാൻ ഇതിൽ വെച്ചിട്ട് പുറത്ത് വെക്കേണ്ടി വരും. സോ ആ സാധനങ്ങൾ പുറത്ത് വെച്ചിട്ട് ബാക്കി എനിക്കിപ്പോൾ ഇവിടുന്ന് വേണ്ടാത്ത സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഉള്ളിലേക്ക് വെക്കാം. ഇത് വന്നിട്ട് പ്ലമ്മിൻ്റെ ഒരു പെർഫ്യൂമാണ്. പൊട്ടിച്ചിട്ടില്ല, പുതിയതാണ്. ഇതും പൊട്ടിച്ചിട്ടില്ല. ബോഡി ലോഷൻ പ്ലമ്മിൻ്റെ കണ്ടോ, ഇതും പൊട്ടിച്ചിട്ടില്ല. പിന്നെ സിറം ഇനി ഇപ്പോഴേ വേണ്ട, ഇവിടെ പോയിട്ട് മതി. സോഫ്റ്റ് പ്ലം. എൻ്റെ മെജോറിറ്റി ഓഫ് ദ സാധനം ഇപ്പോഴായിട്ട് റീസെൻ്റായിട്ട് പ്ലമ്മിൻ്റെ ആണ്. കാരണം ഈ ലാപ്പിൻ്റെ ഭാഗം ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഈ കുഞ്ഞു സാധനത്തൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം ഇപ്പോഴാണ് ഇതിലൊക്കെ ഈ സാധനമൊക്കെ വെക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ചുമ്മാ ഇങ്ങനെ എടുത്തിട്ട് പോകലോ. പിന്നെ ഡിയോഡ്രൻറ്റ്, ഇത് കുറച്ചിനാൻ വേണ്ടി വരും. ഇതും പ്ലമ്മാണ്. ടോണർ, ഇതും കുറച്ചിനാൻ വേണ്ടി വരും. ഇതും പ്ലമ്മാണ്. പ്ലമ്മിൻ്റെ ഒരുവിധം എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഇത് ലോറിയലിൻ്റെ, ഇതിപ്പോൾ എന്തായാലും വേണ്ട, ഇത് ബാഗിൽ വെക്കാം. ഇത് ബി ബ്ലെൻഡിൻ്റെ ഹെയർ സിറം കണ്ടോ. ഇതിപ്പം വേണ്ട, കാരണം ഞാൻ ഇന്നലെ ടൗണിൽ പോയപ്പോൾ ഒരു ചെറിയ സ്ട്രീക്സിൻ്റെ മേടിച്ചായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഇത് പ്ലമ്മിൻ്റെ ബോഡി ഓയിൽ, ഇതും എൻ്റെ ഫേവറേറ്റാണ്. സിറം, ഇതെനിക്ക് ഇത് എന്തൊക്കെയോ മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഫ്രീബി കിട്ടിയതാണ്. ഫോക്സ്റ്റെയിലിൻ്റെ ഇതൊന്നും ഇപ്പം വേണ്ട. എന്തായാലും രാത്രിത്തെ ബസ്സിന് ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ട് പോകത്തില്ല. പിന്നെ ഇതും ഇപ്പം പർച്ചേസ് ചെയ്ത, പക്ഷെ ഞാൻ പൊട്ടിച്ചു. എന്നാലും രാത്രി ഇത് വേണ്ട. ഇതും റീസെൻ്റായിട്ട് മേടിച്ചതാ. പ്ലമ്മിൻ്റെ ആണെങ്കിൽ കാണുന്നില്ല, ഇതും പ്ലമ്മാണ്. ഇത് ഒരു ബോഡി ക്രീം പെർഫ്യൂം, എന്താ പറയുക,
ഇത് ഫോക്സ് ടെയിലിൻ്റെ സൺസ്ക്രീൻ. ഇത് ഇവിടെ വെക്കാം, മാറ്റുമ്പോൾ വേണ്ടി വരും. ഇത് മാസിൻ്റെ ഓയിൽ കോമ്പാക്ട്, ജെൽ കോമ്പാക്ട്. ഇതൊന്നും വേണ്ട. ദെൻ ഇതെന്തായാലും ഇപ്പം വെക്കണ്ട, കാരണം ഇതിൻ്റെ അകത്താണ് എൻ്റെ ലിപ്സ്റ്റിക്ക്, അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉള്ളത്, അങ്ങനത്തെ ഒക്കെ ഉള്ളത് ഇതിൻ്റെ അകത്ത്. അപ്പം ഇതെന്തായാലും കുറച്ച് ആവശ്യം വരുന്നുണ്ട്. എനിക്കിതിപ്പം എന്തായാലും ഉള്ളിൽ വെക്കണ്ട, ഇത് പുറത്ത് തന്നെ വെക്കാം. അപ്പം ഇനി എൻ്റെ ഇനി വെക്കാനുള്ള സാധനങ്ങൾ, ഫുഡ് കഴിക്കാൻ കൊണ്ടുവന്ന ബേക്കറി സാധനങ്ങൾ, പിന്നെ മാങ്ങ കൊണ്ടുപോകണം, ഉപ്പിലിട്ട മാങ്ങ ഉണ്ട്, അത് കൊണ്ടുപോകണം. പിന്നെ കുറച്ച് നട്ട്സൊക്കെ ഉണ്ട്, അതെടുത്ത് വെക്കണം. പിന്നെ ഇനി ഒന്നുമില്ല എടുത്ത് വെക്കാനായിട്ട്. ഇനി തിന്നുന്ന സാധനം കൂടിയേ ബാക്കിയുള്ളൂ, ബാക്കിയൊക്കെ സെറ്റാക്കി. എനിക്ക് എന്നോട് ഞാൻ പറഞ്ഞു. ഇത് സെറ്റിങ്സ് ഫോക്സ് ടെയിലിൻ്റെ ഇപ്പം ഞാൻ കാണിച്ച സാമ്പിളില്ലേ, അതിൻ്റെ വെയിറ്റ് ഞാൻ കുറച്ച് മാസം മുമ്പേ പർച്ചേസ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ അടിക്കുന്ന ഈ സാധനം പൊട്ടിപ്പോയി. അപ്പോൾ അത് ഞാൻ ഈ കുപ്പി മേടിച്ചപ്പം അത് ഇതിൻ്റെ അകത്തേക്ക് ആക്കി വെച്ച് പോയി സാധനമുള്ള കാര്യം. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഇനി ഞാൻ ബാക്കി സാധനങ്ങൾ പാക്ക് ചെയ്യുമ്പം കാണിച്ചത്.